ഹലോ, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി വയർ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. കണ്ടല്ലോ, അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ക്രിസ്റ്റൽസാണ്, ചെറിയ ക്രിസ്റ്റൽസാണ് എടുത്തിരിക്കുന്നത്. ഈ ക്രിസ്റ്റലും എടുത്തിട്ടുണ്ട്, ഞാൻ ബീഡ്സും എടുത്തിട്ടുണ്ട്, വൈറ്റ് ബീഡ്സും. ഇതാണ് നമ്മുടെ മെമ്മറി വയർ. നമുക്ക് മെമ്മറി വയർ ഇതുപോലെ ലെങ്തായിട്ട് കിട്ടും, നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ലെയറിന് ആവശ്യത്തിനാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒരു 3 ലെയറിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ട് ഒരു എഡ്ജ് നന്നായിട്ട് എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്തെടുക്കുക. ഒന്ന് നമ്മളുടെ പ്രഷർ വെച്ചിട്ട് ആദ്യം പുറകിലോട്ടൊന്ന് നമ്മളിങ്ങനെ തിരിക്കില്ലേ, അതുപോലെ തിരിക്കുക. എന്നിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഇനി ആദ്യം ചെയ്യുന്ന ഒരു ലെയർ കംപ്ലീറ്റ് ഞാൻ നമ്മളുടെ മെറൂൺ കളർ ക്രിസ്റ്റൽ കോർത്തെടുക്കുന്നു. ക്രിസ്റ്റൽ പല കളറിൽ പല വെറൈറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഭയങ്കര രസമാണ് ക്രിസ്റ്റലിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത സെൻറ്ററിലേക്ക് ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സ് വൈറ്റും മെറൂണും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ അടുത്ത് ലാസ്റ്റ് വീണ്ടും മെറൂൺ കളർ ബീഡ്സ്. അപ്പോൾ 2 എഡ്ജും, അതായത് 3 ലെയർ ഉണ്ടെങ്കിൽ 2 എഡ്ജ്, സെൻറ്ററിൽ മാത്രം വൈറ്റും മെറൂണും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൽ നമുക്ക് സിൽവർ ബീഡ്സും ഒക്കെ കൊടുത്തെടുക്കാം. ഇതുപോലെ ഞാൻ ഒരു ലെയർ കോർത്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കോർത്തെടുക്കാൻ ഒരു കുറച്ച് സമയം എടുക്കും. നമ്മൾ ഈ കാരണം ബീഡ്സ് ഓരോന്നായിട്ട് എടുത്തെടുക്കാം. നമുക്ക് ഏകദേശം ഇതിന് നമുക്ക് ഒരു ലെയർ 1.5 ലെയർ ബീഡ്സ് ആവശ്യം വരും. അത് സൈസ് പോലെ ഇരിക്കും, സൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബീഡ്സ് നമുക്ക് എടുക്കേണ്ടത്. ആദ്യം കറക്റ്റായിട്ട് കണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഒരു ലെയർ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ തെളിഞ്ഞതിന് ശേഷമാണ് അടുത്ത ലെയർ വൈറ്റും നമ്മൾ മെറൂണും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലെയർ, ആ ഒരു റൗണ്ട് ഷേപ്പ് കംപ്ലീറ്റ് മെറൂൺ കൊടുത്തു. അതിൻ്റെ അടുത്ത് ഇനി വൈറ്റും മെറൂണും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് സിൽവർ ബീഡ്സ്, ഇപ്പോൾ വൈറ്റ് മെറൂണും ആകുമ്പോൾ കുഞ്ഞ് സിൽവർ ബീഡ്സ് ഇടയ്ക്ക് കൊടുത്താലും ഭംഗിയാണ്. ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനെ വേണമെങ്കിലും കൊടുത്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടത്തിന് മാറ്റി ചെയ്യാം. അതുപോലെ തന്നെയാണ് എന്താ പറയുക, സ്റ്റോൺസ്, നമ്മളെ ക്ലിപ്പ് സ്റ്റോണില്ലേ, കുഞ്ഞ് ക്ലിപ്പ് സ്റ്റോണും മിക്സ് ചെയ്ത് കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. കാരണം അതിൽ മെറൂൺ കളർ നമുക്ക് കിട്ടും, വൈറ്റ് മെറൂണും വൈറ്റ് കളർ, പിന്നെ ക്ലിപ്പ് സ്റ്റോൺ മെറൂണും വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണോ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മെറൂൺ കളർ ബീഡ്സ് കൊടുത്തിട്ട് വൈറ്റ് കളർ ക്ലിപ്പ് സ്റ്റോൺ കൊടുത്താലും സെൻറ്ററിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി 2 സൈഡിൽ ഞാൻ പ്ലെയിൻ ആയിട്ടാണ് 2 സൈഡും കോർത്തിട്ടുള്ളത്. കാരണം ഫസ്റ്റ് മെറൂൺ കളർ മാത്രമാണ് കൊടുത്തത്, അവിടെ സിൽവർ ബീഡ്സ് വേണമെങ്കിലും കുഞ്ഞു ബീഡ്സ് വേണമെങ്കിലും ഇടയ്ക്ക് കൊടുക്കാം. കണ്ടല്ലോ, ആ ഒരു ലെയർ, അടുത്ത ലെയർ കറക്റ്റായിട്ട് ഒരു ലെയർ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സെക്കൻഡ് ലെയർ നിൽക്കണം. അവിടെ ഇനി 2 ബീഡ്സ് കൂടെ ആവശ്യമുണ്ട്, എന്നാൽ മാത്രമേ അവിടെ ഫിനിഷ് ആവുകയുള്ളൂ നല്ല നീറ്റായിട്ട്. കണ്ടില്ലേ? അപ്പോൾ അതുപോലെ 2-3 ബീഡ്സ്, ഇതൊക്കെ കറക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ആ ഓരോ ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ആ പെർഫെക്റ്റ് ആ ഒരു ഫിനിഷിങ് നമ്മൾ കൊടുക്കണം. കണ്ടോ, ആവശ്യമുള്ള എത്ര ബീഡ്സാണ് ആവശ്യമുള്ളത് അതത്രയും കൊടുത്ത് അവിടെ ഫിനിഷ് ചെയ്ത് നിർത്തുക. കണ്ടല്ലോ. ഇനി അടുത്ത ലെയർ പ്ലെയിൻ ആയിട്ട് വീണ്ടും മെറൂൺ കളർ ബീഡ്സ്. ഇത്രയും കോർത്തെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. നമ്മളിത് കോർത്തെടുക്കുന്ന ഇത് 3 ലെയറാണ്. 4-5 ലെയറിൽ ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ബീഡ്സ് കൊടുത്തിട്ട് 5 ലെയറൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ഗേൾസിനും കോളേജ് പിള്ളേർക്കൊക്കെ ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ശരിക്കും കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, ഇത് മുതിർന്നവർക്ക്, ഇത് കുറച്ച് വലിയ കുട്ടികൾക്ക് ചെയ്തതാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ബീഡ്സ് കോർത്ത് ചെയ്തതിന് ശേഷം ആ എഡ്ജ് ഒന്ന് ഫിനിഷ് ചെയ്യുക. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മളത് ഫിനിഷ് ചെയ്ത് നിർത്താനായിട്ട്. നമുക്കവിടെ ഫോൾഡ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. കണ്ടോ, ആ ഒരു ഭംഗിയുണ്ടോ? ഇത് ശരിക്കും ഇങ്ങനെ കാണുന്നതിനേക്കാൾ ഡയറക്റ്റ് കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്. കാരണം ക്രിസ്റ്റൽ നമ്മുടെ ആ ഒരു ലൈറ്റിൽ കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടത്തില്ല. ശരിക്കും ക്രിസ്റ്റൽ ഡയറക്റ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ജസ്റ്റ് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് എഡ്ജ് ഒന്ന് ഫിനിഷ് ചെയ്യുക. ഇനി ഇതിൽ നമുക്ക് ഹാങ്ങിങ്സ് ചെയിൻ കൊടുത്ത് ചെയ്യാം. എങ്ങനെ വേണോ നമുക്കിതിൻ്റെ ഹാങ്ങിങ്സ് ഒക്കെ ബ്യൂട്ടിഫുള്ളാക്കി ചെയ്യാം. കണ്ടല്ലോ, ആ 2 എഡ്ജും നല്ല ഫിനിഷായി. അത് കുറച്ചുകൂടെ പെർഫെക്ഷൻ വേണമെങ്കിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കണ്ടല്ലോ, എൻ്റെ ഒരു ക്ലോസർ ലുക്കാണ് കാണിക്കുന്നത്. ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഒരു കളർ കോമ്പിനേഷൻ. ഇതെന്ന് പറയുന്നത് ഫ്യൂസ് വയറാണ്. ഫ്യൂസ് വയർ എടുക്കുക, ഒരു ബീഡ്സ് ഇട്ടു. ഫ്യൂസ് വയർ എടുക്കുക, ബീഡ്സ് ഇടുക. എന്നിട്ട് നമ്മുടെ ജമ്പിങ് റിങ് ഇല്ലേ, ജമ്പിങ് റിങ്ങിൻ്റെ അകത്തേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കണ്ടോ, ജമ്പിങ് റിങ് എടുത്തു, ഫ്യൂസ് വയറിലേക്ക് ഒരു ബീഡ്സ് ഇട്ടതിന് ശേഷം ഇതുപോലെ അടുത്തത് ആ ഫ്യൂസ് വയർ വീണ്ടും എടുക്കുന്നു, അതിൻ്റെ അകത്തേക്ക് ബീഡ്സ് കൊടുക്കുന്നു, വീണ്ടും ജമ്പിങ് റിങ്ങിൻ്റെ അകത്തേക്ക്
ജമ്പിങ് റിങ് നമുക്ക് കുഞ്ഞ് സർക്കിളായിട്ടിരിക്കുന്നതാണ് ജമ്പിങ് റിങ്. അതിലേക്ക് ഇടാം. ഇതുപോലെ ഒരു 4-5 ബീഡ്സ് ഇട്ട് നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഹാങ്ങിങ്സ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞാനിവിടെ ചെയിൻ അല്ല കൊടുക്കുന്നത്, ചെയിന് പകരം ഇതാണ് കൊടുക്കുന്നത്. ഒരു ബീഡ് എടുക്കുക, അതിലേക്ക് നമ്മുടെ ഫ്യൂസ് വെയർ കൊടുക്കുക. അതിനുശേഷം ഫ്യൂസ് സ്റ്റാർ കൊടുത്തിട്ട് ഫ്യൂസ് സ്റ്റാറില്ലേ അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനുശേഷം ജമ്പിങ് റിങ് നമ്മളുടെ ആ ഒരു ബീഡ്സിൻ്റെ ആ സൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ആ എഡ്ജില്ലേ കണക്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതിയാവും. ആ ഒരു ഹാങ്ങിങ്സ് വൈറ്റ് ഇങ്ങനെ കിടക്കുന്നത് വൈറ്റും സിൽവറും ആണ്. എഡ്ജിൽ ഫ്യൂസ് വയറിൻ്റെ ഇതിൽ സിൽവറും ഗോൾഡും അവൈലബിൾ ആണ്. ഞാൻ അവിടെ സിൽവറാണ് കൊടുത്തിരിക്കുന്നത്. സിൽവറാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ. കണ്ടല്ലോ, ഇതുപോലെ അടുത്ത സൈഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. കണ്ടല്ലോ അതിൻ്റെ ഒരു ഭംഗി നോക്കിയേ, കണ്ടോ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.